പ്രൗഢിയുള്ളവനുമായ ജീവികളിലൊന്നാണ് സിംഹം. അതിന്റെ ഗാംഭീര്യമുള്ള രൂപവും അലർച്ചയും കൂട്ടമായുള്ള ജീവിതശൈലിയും അതിനെ വനത്തിലെ രാജാവ് എന്ന വിശേഷണത്തിന് അർഹനാക്കുന്നു. എന്നാൽ ഈ രാജകീയ ജീവിയുടെ ജീവിതം വെല്ലുവിളികളും അപകടങ്ങളും നിറഞ്ഞതാണ്. ഏഷ്യൻ സിംഹവും ആഫ്രിക്കൻ സിംഹവും ലോകത്തിലെ സിംഹവംശത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. ഒരു സിംഹക്കുട്ടി പിറക്കുന്നത് മുതൽ അതിന്റെ വാർദ്ധക്യം വരെയുള്ള ജീവിത ദൈർഘ്യം ഏകദേശം 10 മുതൽ 14 വർഷം വരെയാണ് കാട്ടിൽ. എന്നാൽ മൃഗശാലകളിൽ ഇവ 20 വർഷം വരെ ജീവിച്ചേക്കാം. ജനനം സിംഹങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ ഘട്ടമാണ്. സിംഹിയുടെ ഗർഭകാലം ഏകദേശം 105 മുതൽ 110 ദിവസം വരെയാണ്. ഈ കാലയളവിന് ശേഷം 1 മുതൽ 4 വരെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. നവജാത സിംഹക്കുഞ്ഞുങ്ങൾ തീർത്തും നിസ്സഹായരും കണ്ണു തുറക്കാത്തവരുമായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഏതാനും ആഴ്ചകളിൽ അമ്മ സിംഹി അവയെ പ്രൈഡിൽ നിന്ന് മാറ്റി ഇലകൾ തിങ്ങി നിറഞ്ഞ ഒളിയിടങ്ങളിലോ ഗുഹകളിലോ സുരക്ഷിതമായി പാർപ്പിക്കുന്നു. ഈ ഒളിപ്പിച്ചുള്ള സംരക്ഷണ രീതി മറ്റ് മൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും, പ്രത്യേകിച്ചും പ്രൈഡിന് പുറത്തുള്ള ആൺസിംഹങ്ങളിൽ നിന്നുള്ള ശിശുവധത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ്. എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ രോഗങ്ങൾ, പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ അമ്മയുടെ ശ്രദ്ധക്കുറവ് എന്നിവ കാരണം സിംഹക്കുഞ്ഞുങ്ങളുടെ അതിജീവന നിരക്ക് വളരെ കുറവായിരിക്കും. ഏകദേശം 6 മുതൽ 8 ആഴ്ചകൾക്ക് ശേഷമാണ് സിംഹക്കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പം പ്രൈഡിന്റെ ഭാഗമാകുന്നത്. ജനനത്തിന് ശേഷമുള്ള ആദ്യത്തെ ഏതാനും ആഴ്ചകൾ ഒളിച്ചു താമസിച്ച ശേഷം ഏകദേശം 4 മുതൽ 6 ആഴ്ചകൾക്ക് ശേഷമാണ് അമ്മ സിംഹി കുഞ്ഞുങ്ങളെ പ്രൈഡിന് പരിചയപ്പെടുത്തുന്നത്. ഈ ഘട്ടത്തിൽ കൂട്ടത്തിലെ മറ്റ് സിംഹികൾ കുഞ്ഞുങ്ങളെ ഒന്നിച്ചു പരിചരിക്കാൻ തുടങ്ങും. 6 മാസം പ്രായമാകുമ്പോൾ സിംഹക്കുഞ്ഞുങ്ങൾ പതിയെ വേട്ടയാടാൻ അമ്മമാരെ അനുഗമിച്ചു തുടങ്ങുമെങ്കിലും അവർക്ക് വേട്ടയാടാൻ പഠിക്കാൻ സമയമെടുക്കും. ഏകദേശം 7 മാസമാകുമ്പോൾ അവർ മുലകുടി നിർത്തുമെങ്കിലും 2 വയസ്സുവരെ പ്രൈഡിലെ മുതിർന്നവർ വേട്ടയാടി കൊണ്ടുവരുന്ന മാംസം കഴിച്ചാണ് വളരുന്നത്. കൗമാരം സിംഹങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവാണ്. ഏകദേശം 2 മുതൽ 3 വയസ്സാകുമ്പോൾ പ്രൈഡിലെ അധികാരം നിലനിർത്താൻ മുതിർന്ന ആൺസിംഹങ്ങൾ ഭീഷണിയായി കണക്കാക്കുന്നതിനാൽ കൗമാരക്കാരായ ആൺസിംഹങ്ങളെ കൂട്ടത്തിൽ നിന്ന് നിർബന്ധിച്ചു പുറത്താക്കുന്നു. ഒറ്റയ്ക്ക് അലഞ്ഞു തിരിയുന്ന ഈ ആൺസിംഹങ്ങൾ പലപ്പോഴും സഹോദരങ്ങളോ മറ്റു പുറത്താക്കപ്പെട്ട ആൺസിംഹങ്ങളോടോ ചേർന്ന് സഖ്യങ്ങൾ രൂപീകരിച്ച് ജീവിക്കുകയും തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിച്ച് പുതിയൊരു പ്രൈഡിന്റെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ പെൺസിംഹങ്ങൾ മിക്കവാറും അവരുടെ മാതൃകൂട്ടത്തിൽ തന്നെ തുടരുകയും കൂട്ടത്തിലെ സ്ഥിരമായ അംഗങ്ങളായി മാറുകയും ചെയ്യുന്നു. സിംഹങ്ങൾ ഏകദേശം 4 വയസ്സാകുമ്പോഴാണ് ലൈംഗികമായി പൂർണ്ണ വളർച്ചയെത്തുന്നത്. എങ്കിലും ഒരു പ്രൈഡിന്റെ അധികാരം പിടിച്ചെടുക്കാനോ വിജയകരമായി ഇണചേരാനോ ആൺസിംഹങ്ങൾക്ക് 5 മുതൽ 6 വയസ്സുവരെ ആകാം. പ്രായപൂർത്തിയായ സിംഹങ്ങൾ കൂട്ടത്തിന്റെ നിലനിൽപ്പിനായി കഠിനാധ്വാനം ചെയ്യുന്നു. സിംഹികൾ പ്രധാനമായും വേട്ടയാടുകയും കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുമ്പോൾ പ്രൈഡിലെ ആൺസിംഹങ്ങൾ തങ്ങളുടെ പ്രദേശത്തിന്റെ അതിർത്തികൾ മുറവിളികളിലൂടെയും ഗന്ധമുപയോഗിച്ചുള്ള അടയാളപ്പെടുത്തലുകളിലൂടെയും പ്രതിരോധിക്കുകയും പുതിയ ആൺസിംഹങ്ങൾ അധികാരത്തിനായി വരുന്നത് തടയുകയും ചെയ്യുന്നു. കാട്ടിൽ സിംഹങ്ങളുടെ ശരാശരി ജീവിത ദൈർഘ്യം 12 മുതൽ 16 വർഷം വരെയാണ്. വാർദ്ധക്യമെത്തുമ്പോൾ സിംഹങ്ങൾ ക്ഷീണിക്കുകയും പോരാട്ടങ്ങളിലോ വേട്ടയാടലിലോ ഉണ്ടാകുന്ന മുറിവുകൾ കാരണം ദുർബലരാവുകയും ചെയ്യുന്നു. പ്രൈഡിന്റെ അധികാരം കൂടുതൽ കരുത്തരായ ചെറുപ്പക്കാരായ ആൺസിംഹങ്ങളുടെ സഖ്യങ്ങൾ പിടിച്ചെടുക്കുന്നതോടെ വാർദ്ധക്യമെത്തിയ ആൺസിംഹങ്ങൾ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ഒറ്റപ്പെടുന്ന ഈ സിംഹങ്ങൾ വേട്ടയാടാൻ കഴിയാതെ വിശന്നും രോഗങ്ങൾ മൂലവും മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് വന്യജീവിതത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യമാണ്. സിംഹങ്ങൾക്ക് പ്രത്യേക പ്രജനന കാലമില്ല. വർഷം മുഴുവനും ഇണചേരും. ഒരു സിംഹിയും ആൺസിംഹവും മണിക്കൂറുകളോ ദിവസങ്ങളോ ഇടവിട്ട് നിരവധി തവണ ഇണചേരും. ഈ സമയത്ത് മറ്റ് ജോലികൾ അവർ മാറ്റിവെക്കും. വലിയ പൂച്ചവർഗത്തിൽ കൂട്ടമായി ജീവിക്കുന്ന ഏക മൃഗമെന്ന നിലയിൽ സിംഹങ്ങൾ തങ്ങളുടെ തനതായ സാമൂഹിക ഘടനയാൽ ശ്രദ്ധേയരാണ്. ഈ കൂട്ടായ്മയെ പ്രൈഡ് അഥവാ സിംഹക്കൂട്ടം എന്ന് വിളിക്കുന്നു. ഒരു പ്രൈഡിൽ കുറഞ്ഞത് 3 അംഗങ്ങൾ മുതൽ ചിലപ്പോൾ 30-ലധികം അംഗങ്ങൾ വരെ ഉണ്ടാകാം. പ്രൈഡിന്റെ ഘടന പ്രധാനമായും മാതൃമേധാവിത്വപരമാണ്. ഇതിന്റെ കാതൽ പരസ്പരം ബന്ധമുള്ള പെൺസിംഹങ്ങളും അവരുടെ കുഞ്ഞുങ്ങളുമാണ്. കൂടാതെ 1-2 പ്രായപൂർത്തിയായ ആൺസിംഹങ്ങളും ഈ പ്രൈഡിന്റെ ഭാഗമായിരിക്കും. ഈ കൂട്ടത്തിൽ ഓരോരുത്തർക്കും വ്യക്തമായ റോൾ വിഭജനമുണ്ട്. വേട്ടയാടൽ സിംഹികളുടെ പ്രധാന ജോലിയാണ്.
അവർ ഒരുമിച്ച് ആഹാരം തേടുന്നു. അതേസമയം ആൺസിംഹങ്ങൾ പ്രധാനമായും പ്രൈഡിന്റെ പ്രദേശം സംരക്ഷിക്കുന്നതിലും പുറത്തുനിന്നുള്ള മറ്റ് ആൺസിംഹങ്ങളുടെ ആക്രമണം തടയുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ കൂട്ടായ പ്രവർത്തനം സിംഹങ്ങളുടെ അതിജീവനത്തിന് അത്യന്താപേക്ഷിതമാണ്. സിംഹക്കൂട്ടത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതയാണ് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനുള്ള കൂട്ടായ മാതൃത്വം. കൂട്ടത്തിലെ എല്ലാ സിംഹികളും അവരുടെ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് പരിപാലിക്കുകയും പാലൂട്ടുകയും ചെയ്യുന്നു. ഒരേ സമയത്ത് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള സിംഹികളുടെ കഴിവ് ഈ കൂട്ടായ പ്രചരണത്തിന് സഹായകമാകുന്നു. ഇതിലൂടെ ഒരമ്മ സിംഹിക്ക് അപകടം സംഭവിക്കുകയോ ഇര തേടാൻ പോകുകയോ ചെയ്താൽ പോലും മറ്റ് സിംഹികൾ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു. ഇത് കുഞ്ഞുങ്ങളുടെ അതിജീവന സാധ്യത വർദ്ധിപ്പിക്കുന്നു. ആൺസിംഹങ്ങൾ നേരിട്ട് പരിചരണത്തിൽ ഏർപ്പെടുന്നില്ലെങ്കിലും പ്രൈഡിന്റെ അതിർത്തി കാക്കുന്നതിലൂടെയും മറ്റ് ആൺസിംഹങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെയും അവർ പ്രധാനപ്പെട്ട രക്ഷകർത്തൃ പങ്ക് വഹിക്കുന്നു. എങ്കിലും ഒരു പുതിയ ആൺസിംഹ സഖ്യം പ്രൈഡിന്റെ അധികാരം പിടിച്ചെടുക്കുമ്പോൾ പഴയ ആൺസിംഹങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നത് സാധാരണമാണ്. കാരണം കുഞ്ഞുങ്ങളില്ലാതായാൽ സിംഹികൾക്ക് വേഗത്തിൽ വീണ്ടും ഇണചേരാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും ശക്തരായ മാംസഭോജികളാണ് സിംഹങ്ങൾ. കൂട്ടായി വേട്ടയാടുന്നതിൽ ഇവർ അതീവ വിദഗ്ധരാണ്. ആഫ്രിക്കൻ സിംഹങ്ങളുടെ പ്രധാന ഇരകൾ സീബ്ര, കാട്ടുപോത്ത്, ആഫ്രിക്കൻ പോത്ത്, ജിറാഫ്, മാൻ തുടങ്ങിയ വലിയ സസ്തനികളാണ്. എന്നാൽ ഏഷ്യൻ സിംഹങ്ങൾ പ്രധാനമായും ചിതൽമാൻ, കാട്ടുപന്നി തുടങ്ങിയ താരതമ്യേന ചെറിയ ഇരകളെയാണ് ആശ്രയിക്കുന്നത്. സിംഹങ്ങൾ രാത്രിയിലോ പുലർച്ചെയോ സന്ധ്യാസമയങ്ങളിലോ ആണ് കൂടുതലും വേട്ടയാടുന്നത്. ഇരകളെ വളഞ്ഞും കൂട്ടത്തിലെ ഏറ്റവും ദുർബലമായവയെ ഒറ്റപ്പെടുത്തിയും അവർ വേഗത്തിൽ ആക്രമിക്കുന്നു. കഴുത്തിൽ പിടിമുറുക്കി ശ്വാസം മുട്ടിച്ചാണ് ഇരയെ കൊല്ലുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു പ്രായപൂർത്തിയായ ആൺസിംഹത്തിന് ഒരു ദിവസം ശരാശരി 7 കിലോഗ്രാമും സിംഹിക്ക് 5 കിലോഗ്രാമും മാംസം ആവശ്യമുണ്ട്. കൂട്ടത്തിലെ അംഗങ്ങൾ തമ്മിൽ മാംസം പങ്കുവെക്കുന്നുണ്ടെങ്കിലും വേട്ടയുടെ ആദ്യ അവകാശം എല്ലായ്പ്പോഴും ആൺസിംഹങ്ങൾക്കാണ്. സിംഹങ്ങൾ ഭൂമിശാസ്ത്രപരമായി വളരെ വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥകളിലാണ് വസിക്കുന്നത്. ആഫ്രിക്കൻ സിംഹങ്ങൾ മരുഭൂമി ഒഴികെയുള്ള സഹാറയുടെ തെക്ക് ഭാഗത്തുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പുൽമേടുകൾ, തുറന്ന കാടുകൾ, കുറ്റിക്കാടുകൾ എന്നിവയാണ് തങ്ങളുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങളായി തിരഞ്ഞെടുക്കുന്നത്. വലിയ പുൽമേടുകളിൽ കൂട്ടായി ഇരതേടാനുള്ള സാഹചര്യമാണ് ഇവരെ സാമൂഹ്യ ജീവിതത്തിന് പ്രേരിപ്പിച്ചത്. മറുവശത്ത് ഏഷ്യൻ സിംഹങ്ങൾ ലോകത്തിന്ന് സ്വാഭാവികമായി കാണപ്പെടുന്നത് ഇന്ത്യയിലെ ഗുജറാത്തിലുള്ള ഗിർ ദേശീയോദ്യാനത്തിലും പരിസരങ്ങളിലുമായി മാത്രമാണ്. താരതമ്യേന വരണ്ടതും ഇലപൊഴിയും വനങ്ങളുള്ളതുമായ ഈ ഒറ്റപ്പെട്ട വാസസ്ഥലം വലിയ ആഫ്രിക്കൻ പുൽമേടുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇവിടത്തെ ഇടതൂർന്ന കുറ്റിക്കാടുകളിൽ ഒളിച്ചിരുന്ന് വേട്ടയാടാൻ കഴിയുന്ന രീതിയിൽ ഏഷ്യൻ സിംഹങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു. സിംഹങ്ങൾ യഥാർത്ഥത്തിൽ ദേശാടന സ്വഭാവമുള്ളവരല്ല. അവർ ഒരു പ്രദേശത്ത് സ്ഥിരമായി താമസിക്കുകയും അതിർത്തികൾ അടയാളപ്പെടുത്തി സംരക്ഷിക്കുകയും ചെയ്യും. എങ്കിലും ഇരകളുടെ ലഭ്യത കുറയുമ്പോൾ അവർക്ക് ചെറിയ ദൂരങ്ങളിൽ സഞ്ചരിക്കേണ്ടതായി വരും. ഉദാഹരണത്തിന് കിഴക്കൻ ആഫ്രിക്കയിലെ വലിയ ദേശാടന സമയത്ത് സിംഹങ്ങൾ ഇരകളെ അനുഗമിക്കാറുണ്ട്. സിംഹങ്ങളുടെ അതിജീവനത്തിന്റെ അടിസ്ഥാനം അവരുടെ കൂട്ടായ്മയാണ്. കൂട്ടമായി ജീവിക്കുന്നത് വഴി അവർക്ക് ഒറ്റയ്ക്ക് സാധിക്കാത്ത വലിയ ഇരകളെ വരെ എളുപ്പത്തിൽ വേട്ടയാടാനും പ്രൈഡിലെ കുഞ്ഞുങ്ങളെ മറ്റു ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാനും സാധിക്കുന്നു. സിംഹങ്ങളുടെ അതിജീവനത്തിന്റെ അടിസ്ഥാനം അവരുടെ കൂട്ടായ്മയാണ്. കൂട്ടമായി ജീവിക്കുന്നത് വഴി അവർക്ക് ഒറ്റയ്ക്ക് സാധിക്കാത്ത വലിയ ഇരകളെ വരെ എളുപ്പത്തിൽ വേട്ടയാടാനും പ്രൈഡിലെ കുഞ്ഞുങ്ങളെ മറ്റ് ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാനും സാധിക്കുന്നു. തങ്ങളുടെ വാസസ്ഥലം നിലനിർത്താനായി സിംഹങ്ങൾ അതിർത്തി സംരക്ഷണം ശക്തമാക്കുന്നു. ഇതിനായി അവർ അലർച്ച, മൂത്രം, പ്രത്യേക ഗന്ധം എന്നിവ ഉപയോഗിച്ച് തങ്ങളുടെ പ്രദേശത്തിന്റെ അതിർത്തികൾ അടയാളപ്പെടുത്തുന്നു. ശാരീരികമായി സിംഹങ്ങൾ വേട്ടയ്ക്ക് അനുയോജ്യമായ പൊരുത്തപ്പെടലുകൾ നേടിയിട്ടുണ്ട്. മണൽ കലർന്ന ഇളം തവിട്ടു നിറത്തിലുള്ള രോമങ്ങൾ പുൽമേടുകളിലെ പുല്ലുകൾക്കിടയിലും കുറ്റിക്കാടുകളിലും ഒളിച്ചിരിക്കാൻ സഹായിക്കുന്നു. ഇരയെ പിടികൂടാനും കീഴ്പ്പെടുത്താനും ശക്തമായ താടിയെല്ലുകളും മൂർച്ചയേറിയ നഖങ്ങളും പല്ലുകളും ഇവരുടെ അതിജീവനത്തിന് അനിവാര്യമാണ്. സിംഹങ്ങൾ ലോകമെമ്പാടും ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് പ്രധാനമായും ഏഷ്യയിലും ആഫ്രിക്കയുമാണ് ഇവ കാണപ്പെടുന്നത്. ഇവ രണ്ടിനും ശാരീരികവും സാമൂഹികവുമായ വ്യക്തമായ വ്യത്യാസങ്ങളുണ്ട്. ഏഷ്യൻ സിംഹങ്ങൾ പൊതുവെ ആഫ്രിക്കൻ സിംഹങ്ങളെ അപേക്ഷിച്ച് വലിപ്പം കുറഞ്ഞവയാണ്. ആൺസിംഹങ്ങളുടെ കേസരമാണ് മറ്റൊരു പ്രധാന വ്യത്യാസം. ഏഷ്യൻ സിംഹങ്ങളുടേത് ചെറുതും മെലിഞ്ഞതുമാണ്. ഇത് ചെവികളുടെ അഗ്രം വ്യക്തമായി കാണാൻ സഹായിക്കും.
എന്നാൽ ആഫ്രിക്കൻ സിംഹങ്ങളുടേത് വലുതും കട്ടിയുള്ളതും തോളുകൾ വരെ നീളുന്നതുമാണ്. ഏറ്റവും എളുപ്പത്തിൽ തിരിച്ചറിയാനുള്ള ശാരീരിക സവിശേഷത ഏഷ്യൻ സിംഹങ്ങൾക്ക് വയറിൽ നിന്ന് പിൻകാലുകൾ വരെ നീളുന്ന ഒരു പ്രത്യേക ചർമ്മമടക്കുണ്ടെന്നുള്ളതാണ്. ഇത് ആഫ്രിക്കൻ സിംഹങ്ങളിൽ കാണപ്പെടുന്നില്ല. സാമൂഹിക സ്വഭാവത്തിലും ഇവർ വ്യത്യസ്തരാണ്. ആഫ്രിക്കൻ സിംഹക്കൂട്ടങ്ങൾ 10 മുതൽ 30 വരെ അംഗങ്ങളുള്ള വലിയ കൂട്ടങ്ങളായി ജീവിക്കുമ്പോൾ ഏഷ്യൻ സിംഹക്കൂട്ടങ്ങൾ വളരെ ചെറുതാണ്. അവസാനമായി ഏഷ്യൻ സിംഹങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്ന ഇനമായി കണക്കാക്കപ്പെടുന്നു. അതേസമയം ആഫ്രിക്കൻ സിംഹങ്ങൾ നിലവിൽ ദുർബലമായ ഇനമായാണ് തരംതിരിച്ചിരിക്കുന്നത്. സിംഹങ്ങളുടെ എണ്ണം ലോകമെമ്പാടും കുറഞ്ഞു വരികയാണ്. കാരണം സിംഹങ്ങൾ ഇന്ന് നിലനിൽപ്പിനായുള്ള നിരവധി ഗുരുതരമായ ഭീഷണികൾ നേരിടുന്നുണ്ട്. ഏറ്റവും പ്രധാന ഭീഷണി ആവാസ വ്യവസ്ഥാ നഷ്ടമാണ്. മനുഷ്യവാസ കേന്ദ്രങ്ങൾ വികസിക്കുന്നതും കൃഷിയിടങ്ങൾ വർദ്ധിക്കുന്നതും സിംഹങ്ങളുടെ സ്വാഭാവിക വനപ്രദേശങ്ങൾ നശിപ്പിക്കുന്നു. ഇത് അവരുടെ വാസസ്ഥലങ്ങൾ ചെറുതാക്കുകയും മനുഷ്യ സിംഹ സംഘർഷത്തിന് പ്രധാന കാരണമാവുകയും ചെയ്യുന്നു. വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുമ്പോൾ പ്രതികാര നടപടിയായി കർഷകർ കെണികൾ വെച്ചും വിഷം നൽകിയും സിംഹങ്ങളെ കൊല്ലുന്നത് വൻ ഭീഷണിയാണ്. ഇതിനു പുറമെ സിംഹങ്ങളുടെ തോൽ, എല്ലുകൾ, പല്ലുകൾ എന്നിവയ്ക്കായി അനധികൃത വേട്ടയും നടക്കുന്നു. വേട്ടയാടൽ, രോഗങ്ങൾ എന്നിവ കാരണം സിംഹങ്ങളുടെ പ്രധാന ഇരകളുടെ എണ്ണം കുറയുന്നത് അവരുടെ ഭക്ഷണ ലഭ്യതയെ സാരമായി ബാധിക്കുന്നു. കൂടാതെ കാനൈൻ ഡിസ്റ്റംബർ പോലുള്ള രോഗങ്ങൾ പ്രത്യേകിച്ച് ആഫ്രിക്കൻ സിംഹങ്ങളുടെ വലിയ കൂട്ടങ്ങളിൽ അതിവേഗം പടർന്ന് വൻതോതിൽ മരണത്തിന് കാരണമാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിനായി ആഗോളതലത്തിലും ഇന്ത്യയിലും നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ പ്രധാനമായും ഗുജറാത്തിലെ ഗിർ സംരക്ഷണ കേന്ദ്രത്തിൽ മാത്രം കാണപ്പെടുന്ന ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിനായി നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സിംഹങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ ഗിർ വനത്തിന്റെ പങ്ക് വലുതാണ്. ഏഷ്യൻ സിംഹങ്ങളുടെ സമഗ്രമായ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് പ്രോജക്റ്റ് ലയൺ. കൂടാതെ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ള വംശനാശ ഭീഷണി ഒഴിവാക്കാൻ സിംഹങ്ങളെ മറ്റ് സംരക്ഷിത പ്രദേശങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള 2ാം വീട് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സിംഹങ്ങളെ മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലേക്ക് മാറ്റാൻ ആലോചനയുണ്ടായിരുന്നു. ഈ സംരക്ഷണ ശ്രമങ്ങളുടെ ഒരു സവിശേഷത ഗുജറാത്തിലെ മൽദാരി എന്ന ഇടയ സമുദായം സിംഹങ്ങളുമായി സമാധാനപരമായി സഹവസിക്കുകയും മനുഷ്യനും സിംഹവും തമ്മിലുള്ള സൗഹൃദം നിലനിർത്തുകയും ചെയ്യുന്നു എന്നതാണ്. ആഫ്രിക്കൻ സിംഹങ്ങളുടെ സംരക്ഷണത്തിനായി ആഗോളതലത്തിൽ വിവിധ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ടാൻസാനിയയിലെ സെറൻഗെറ്റി, കെനിയയിലെ മസായ് മാര പോലുള്ള വലിയ ദേശീയോദ്യാനങ്ങളും സംരക്ഷിത കേന്ദ്രങ്ങളും സിംഹങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നിലനിർത്താൻ സുപ്രധാന പങ്ക് വഹിക്കുന്നു. കൂടാതെ സിംഹങ്ങളുടെ ശരീരഭാഗങ്ങളുടെ അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുന്നതിനായി വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളുടെ അന്താരാഷ്ട്ര വ്യാപാരം സംബന്ധിച്ച കൺവെൻഷൻ കർശനമായ ചട്ടങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക സമൂഹങ്ങൾക്ക് വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെ സിംഹങ്ങളെ സംരക്ഷിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അവയുടെ അതിജീവനം ഉറപ്പാക്കാനും സാധിക്കുന്നു. സിംഹം കേവലം ഒരു വന്യമൃഗം മാത്രമല്ല, അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയുടെ പ്രതീകമാണ്. ഈ രാജകീയ ജീവിക്ക് അതിൻ്റെ പ്രൗഢിയോടെ വനത്തിൽ ജീവിക്കാൻ കഴിയണമെങ്കിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയെയും അതിജീവന ശ്രമങ്ങളെയും പിന്തുണയ്ക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. സിംഹത്തിന്റെ അലർച്ച വരും തലമുറകൾക്കും കേൾക്കാൻ കഴിയണമെങ്കിൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകേണ്ടത് അത്യാവശ്യമാണ്.